ലെബനിൽ വെടിനിർത്തൽ കരാർ നിലനിൽക്കെ ഇസ്രായേൽ നടത്തിയ സൈനിക നീക്കങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് നടത്തിയ പരാമർശങ്ങൾ അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര തർക്കങ്ങൾക്ക് വഴി തുറന്നിരിക്കുകയാണ്. ഇസ്രായേലിനെ മനുഷ്യരാശിയുടെ ശാപം എന്ന് വിശേഷിപ്പിച്ച അദ്ദേഹം ആധുനിക ലോകം കണ്ട ഏറ്റവും വലിയ വിനാശകാരിയായ ശക്തിയാണ് ആ രാജ്യമെന്നും ആരോപിച്ചു. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിലൂടെയാണ് ഖ്വാജ ആസിഫ് തന്റെ രൂക്ഷമായ പ്രതിഷേധം രേഖപ്പെടുത്തിയത്. വെടിനിർത്തൽ പ്രഖ്യാപനത്തിന് ശേഷവും ലെബനിലെ ജനവാസ മേഖലകളിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നത് ചൂണ്ടിക്കാട്ടിയായിരുന്നു മന്ത്രിയുടെ പ്രതികരണം. ലോകം സമാധാനത്തിനായി കാത്തിരിക്കുമ്പോൾ ഇസ്രായേൽ രക്തച്ചൊരിച്ചിൽ ആഘോഷിക്കുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. ഗാസയിലും ഇറാനിലും നിലവിൽ ലെബനനിലും ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് സമാനതകളില്ലാത്ത വംശഹത്യയാണെന്ന് ഖ്വാജ ആസിഫ് തന്റെ പോസ്റ്റിൽ കുറിച്ചു. പിശാചിന്റെ വേഷമാണ് ഇസ്രായേൽ ഭരണകൂടം കെട്ടിയാടുന്നത്. വരും തലമുറകൾക്ക് പോലും ഭീഷണിയാകുന്ന തരത്തിലാണ് അവരുടെ സൈനിക നടപടികൾ മുന്നോട്ടു പോകുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇസ്ലാമാബാദിൽ മേഖലയിലെ സമാധാന ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിലാണ് ലെബനനിൽ ഇസ്രായേൽ വ്യോമാക്രമണം ശക്തമാക്കിയത്. ഇത് സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്ന് പാകിസ്ഥാൻ കരുതുന്നു. ഗാസയിലെ അധിനിവേശത്തിന് പിന്നാലെ ഇറാനെയും ഇപ്പോൾ ലെബനനെയും ലക്ഷ്യമിടുന്നത് മേഖലയെ ഒരു മഹായുദ്ധത്തിലേക്ക് തള്ളിവിടാനാണെന്ന് ആസിഫ് ആരോപിക്കുന്നു. ഇസ്രായേൽ പിശാചാണ്, അവർ മനുഷ്യരാശിയുടെ ശാപമാണെന്ന അദ്ദേഹത്തിന്റെ പ്രയോഗം വലിയ ചർച്ചകൾക്കാണ് തുടക്കമിട്ടത്. നിരപരാധികളായ സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ ഒരു പരിഷ്കൃത സമൂഹത്തിനും അംഗീകരിക്കാനാകില്ല. സമാധാനത്തിന്റെ ഭാഷ ഇസ്രായേലിന് മനസ്സിലാകുന്നില്ലെന്നും ഖ്വാജ ആസിഫ് തന്റെ കുറിപ്പിലൂടെ തുറന്നടിച്ചു. പലസ്തീന്റെ മണ്ണിൽ ഇസ്രായേൽ എന്ന രാജ്യം സ്ഥാപിക്കാൻ മുൻകൈ എടുത്തവർക്കെതിരെ മന്ത്രി കടുത്ത ഭാഷയിൽ പ്രതികരിച്ചു. ഈ വിനാശകാരിയായ രാജ്യത്തിന് രൂപം നൽകിയവർ നരകത്തിൽ പോകട്ടെ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ. ചരിത്രപരമായ തെറ്റുകളുടെ ഫലമാണ് ഇന്നത്തെ ദുരന്തങ്ങളെന്ന് അദ്ദേഹം പറയാതെ പറഞ്ഞു. ഖ്വാജ ആസിഫിന്റെ പോസ്റ്റ് പുറത്തു വന്നതിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് ഔദ്യോഗിക പ്രതികരണവുമായി രംഗത്തെത്തി. പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ അങ്ങേയറ്റം അപലപനീയവും പ്രകോപനപരവുമാണെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി. ഒരു പരമാധികാര രാജ്യത്തിനെതിരെ ഇത്തരം പദപ്രയോഗങ്ങൾ നടത്തുന്നത് അന്താരാഷ്ട്ര മര്യാദകളുടെ ലംഘനമാണെന്ന് അവർ വാദിച്ചു. സമാധാന ചർച്ചകളിൽ മധ്യസ്ഥം വഹിക്കാനും നിഷ്പക്ഷ നിലപാട് സ്വീകരിക്കാനും അവകാശപ്പെടുന്ന പാകിസ്ഥാനെ പോലൊരു രാജ്യത്തിന്റെ പ്രതിരോധ മന്ത്രി ഇത്തരത്തിൽ സംസാരിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഇസ്രായേൽ പ്രസ്താവനയിൽ ആരോപിച്ചു. ഇസ്രായേലിനെ ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യാനുള്ള ആഹ്വാനമാണ് ഇതെന്നും അവർ കുറ്റപ്പെടുത്തി. നയതന്ത്ര തലത്തിൽ ഇസ്രായേൽ സമ്മർദ്ദം ശക്തമാക്കിയതോടെ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയം ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടു. ഒരു രാജ്യത്തിന്റെ ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി പരസ്യമായി മറ്റൊരു രാജ്യത്തെ ശാപമെന്നും പിശാചെന്നും വിളിക്കുന്നത് നയതന്ത്ര ബന്ധങ്ങളെ തകർക്കുമെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തി. ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണം വരികയും ആഗോളതലത്തിൽ പോസ്റ്റ് ചർച്ചയാകുകയും ചെയ്തതോടെ ഖ്വാജ ആസിഫ് തന്റെ എക്സ് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തു. എന്നാൽ ഇതിനോടകം തന്നെ ഈ കുറിപ്പിന്റെ സ്ക്രീൻഷോട്ടുകൾ വൈറലാവുകയും പാകിസ്ഥാനിലെ പ്രതിപക്ഷമടക്കം വിഷയത്തിൽ പ്രതികരണങ്ങളുമായി എത്തുകയും ചെയ്തിരുന്നു. ലെബനിലെ നിലവിലെ സാഹചര്യം അതീവ ഗുരുതരമായി തുടരുകയാണ്. വെടിനിർത്തൽ കരാർ നിലവിലുണ്ടെങ്കിലും പലയിടങ്ങളിലും ഇപ്പോഴും സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്. ഇത് കരാറിന്റെ ലംഘനമാണെന്ന് ലെബനൻ സർക്കാരും ഹിസ്ബുള്ളയും ആരോപിക്കുന്നു. ഇതിനിടയിലാണ് പാകിസ്ഥാൻ മന്ത്രിയുടെ ഇടപെടലുണ്ടായത്. ഗാസയിൽ തുടങ്ങിയ സംഘർഷം ഇപ്പോൾ പശ്ചിമേഷ്യ ആകെ വിഴുങ്ങുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. ഇറാനുമായുള്ള ഇസ്രായേലിന്റെ നേരിട്ടുള്ള ഏറ്റുമുട്ടലും ലെബനിലെ പുതിയ യുദ്ധമുഖവും ലോകരാജ്യങ്ങളെ ആശങ്കയിലാക്കുന്നു. ഖ്വാജ ആസിഫിന്റെ വാക്കുകൾ ഈ പൊതുവികാരത്തിന്റെ പ്രതിഫലനമാണെന്ന് ഒരു വിഭാഗം വാദിക്കുന്നുണ്ട്. മനുഷ്യത്വത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾ എവിടെ നടന്നാലും അതിനെതിരെ ശബ്ദമുയർത്താൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ടെന്നാണ് പാകിസ്ഥാനിലെ അനുകൂലികൾ പറയുന്നത്. എന്നാൽ അത് അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ട നയതന്ത്ര ഭാഷയിലായിരിക്കണമെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഇസ്രായേൽ പലസ്തീൻ വിഷയത്തിൽ പാകിസ്ഥാൻ എക്കാലത്തും ഫലസ്തീൻ അനുകൂല നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. ഇസ്രായേലിനെ ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ ഖ്വാജ ആസിഫിന്റെ പരാമർശം പാകിസ്ഥാന്റെ വിദേശ നയത്തിന്റെ തീവ്രമായ മുഖമായാണ് കാണപ്പെടുന്നത്. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണയെ ഇത്തരം പരാമർശങ്ങൾ ബാധിക്കുമോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. മധ്യസ്ഥ ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ നിഷ്പക്ഷത പാലിക്കണമെന്ന ഇസ്രായേലിന്റെ വാദം പാകിസ്ഥാനെ പ്രതിരോധത്തിലാക്കാൻ ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. ഖ്വാജ ആസിഫ് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും അദ്ദേഹം ഉന്നയിച്ച വിഷയങ്ങൾ ഇപ്പോഴും ചർച്ചാ വിഷയമാണ്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളുടെ എണ്ണം വർദ്ധിക്കുന്നത് ആഗോളതലത്തിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. UN അടക്കമുള്ള സംഘടനകൾ വെടിനിർത്തൽ കർശനമായി പാലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ലെബനിലെ ആക്രമണങ്ങളിൽ നിരവധി സാധാരണക്കാരാണ് കൊല്ലപ്പെട്ടത്. ആശുപത്രികളും വിദ്യാലയങ്ങളും തകർക്കപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള കരാറുകൾ വെറും കടലാസ് രേഖകളായി മാറുന്ന കാഴ്ചയാണ് ഇവിടെ കാണുന്നത്. ഇതാണ് ഖ്വാജ ആസിഫിനെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കളെ പ്രകോപിപ്പിച്ചത്.
ആധുനിക യുദ്ധതന്ത്രങ്ങൾക്കപ്പുറം ഇതൊരു വംശഹത്യയാണെന്ന ആസിഫിന്റെ ആരോപണം അന്താരാഷ്ട്ര നിയമ വിദഗ്ധർക്കിടയിലും ചർച്ചയാകുന്നുണ്ട്. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ ഇത്തരം രാഷ്ട്രീയ പ്രതികരണങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇസ്രായേൽ ഭരണകൂടം തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. സ്വയം പ്രതിരോധത്തിനുള്ള അവകാശമാണ് തങ്ങൾ വിനിയോഗിക്കുന്നതെന്നാണ് അവരുടെ വാദം. എന്നാൽ ഈ വാദം മുൻനിർത്തി അയൽ രാജ്യങ്ങളിലേക്ക് യുദ്ധം വ്യാപിപ്പിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്ന് പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വ്യക്തമാക്കുന്നു. ചുരുക്കത്തിൽ ഖ്വാജ ആസിഫിന്റെ പരാമർശവും അതിനോടുള്ള ഇസ്രായേലിന്റെ പ്രതികരണവും വെളിപ്പെടുത്തുന്നത് പശ്ചിമേഷ്യയിലെ അശാന്തി എത്രത്തോളം ആഴത്തിലുള്ളതാണെന്നാണ്. വെടിനിർത്തലുകൾ പ്രഖ്യാപിക്കപ്പെടുമ്പോഴും തോക്കുകൾ നിശബ്ദമാകുന്നില്ല എന്ന യാഥാർത്ഥ്യം ലോകത്തിനു മുന്നിൽ ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. നയതന്ത്ര യുദ്ധങ്ങൾക്കപ്പുറം മനുഷ്യജീവനുകൾക്ക് വില നൽകുന്ന ഒരു കാലത്തിനായി ലോകം കാത്തിരിക്കുകയാണ്.